ഹലോ മക്കളെ, ഞാൻ തിരുവനന്തപുരത്ത് RCCയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ക്യാൻസർ ആയിട്ട് വരുന്നവർക്ക് ഒക്കെ പലർക്കും പല സഹായങ്ങളുമായിട്ട് ഞാൻ പോവാറുണ്ട്. ഒരുപാട് പേർക്ക് ഒരു കൈത്താങ്ങായിട്ട് കൂടെ കൂടെ ഞാൻ പോവാറുണ്ട്. നിങ്ങളും ഒന്ന് പോയി നോക്കണം മക്കളെ. പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വരും. നിങ്ങൾ പിന്നെ ഒരുപാട് നന്മ ഉള്ളവരായി മാറും. നമ്മൾ ചിന്തിക്കാതെ പോലെ നമ്മളതിലേക്ക് മാറിക്കഴിയും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പോയി ഇതൊക്കെ കാണുന്നത് നല്ലതാണ് കേട്ടോ. തിരുവനന്തപുരത്ത് ഞാൻ ഇതുപോലെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അങ്ങ് വടക്ക് നിന്നാണ് ചികിത്സ തേടി തിരുവനന്തപുരത്ത് RCCയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ട്രെയിനിലൊക്കെ കയറി പൊടി കൊച്ചുങ്ങളെ ഒന്നിനെ നടത്തി ഒന്നിനെ എടുത്ത് അവശതയായിട്ട് കിടക്കുന്ന ഭർത്താവിനെ ചുമന്ന് കയറ്റി എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ ഇവിടെ വരുന്ന അവസ്ഥകളൊക്കെ കണ്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും മക്കളെ. അത്ര ദയനീയമാണ്. ഞാൻ ഇതിന് ഒക്കെ ഉള്ള സഹായങ്ങൾ ചെയ്യുകയും അവിടെ ചെന്നിരുന്ന് ഓരോരുത്തർക്ക് എവിടെ നിന്ന് വരുന്നു എന്തോന്നാണ് കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അവരൊക്കെ അവിടെ RCCയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ഒരു 5-6 പേരുണ്ടെങ്കിൽ ഇതെല്ലാ സ്ഥലത്തും പോയി ക്യൂവിൽ നിന്ന് അതും ഇതും എല്ലാം ചെയ്ത് വരുമ്പോൾ തന്നെ തളർന്നു. അങ്ങനെ ഉള്ളിടത്താണ് ഈ ഒരാൾ ഈ കൊച്ചുങ്ങളെയും സുഖമില്ലാത്ത ആളുകളെ ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത്. അപ്പോഴൊക്കെ ഞാൻ അവിടെ ഇരുന്ന് എല്ലാവർക്കും വേണമെന്ന എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഒരു സുഖമില്ലാതെ ഇരിക്കുന്ന ആളിന് കൂട്ടിരിക്കുക, അല്ലെങ്കിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിടിച്ച് കിടത്തുക അവർ പല കാര്യങ്ങൾക്കും പോകുന്ന സമയത്ത് അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അവരെ ഇരുത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓടിപ്പോയി. ഒരാൾ പോയാലൊന്നും ഒന്നും നടക്കില്ല. ഒരുപാട് സ്ഥലത്ത് ക്യൂവിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി നിന്ന് വേണം കാര്യങ്ങൾ നടന്നു വരാൻ. ഭയങ്കരമായിട്ട് അങ്ങ് അവശതയായിപ്പോവും. അപ്പോഴും അങ്ങനെയൊക്കെ ഉള്ള അതിന് ഒരു കൈത്താങ്ങായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിരുന്ന നമ്മൾ തന്നെ അവശതയായിപ്പോവും. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നം ആയിപ്പോവും നമുക്ക്. അപ്പോൾ എന്നെ കൊണ്ടൊക്കുന്നതൊക്കെ എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് പരിചയമുള്ളവരായാലും ബന്ധുക്കളായാലും ആയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസെന്ന് പറഞ്ഞാൽ ഞാൻ പോവാറുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാം ഞാൻ ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മളെ കൊണ്ടൊക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിനുള്ളതായാലും ഒരു ഓട്ടോയിൽ കയറി പോകാനുള്ളതായാലും ഒന്ന് അവരെ പിടിച്ച് കയറ്റി വിടാനായിട്ടായാലും ഒന്ന് ഇറക്കി കൊടുക്കാനായിട്ടായാലും എടുത്ത് കയറ്റേണ്ടവരെ പിന്നെ ബെഡ്ഷീറ്റുകളിൽ കിടത്തി പിടിച്ച് വലിച്ച് തൂക്കി കയറ്റുന്നതും തൂക്കി ഇറക്കുന്നതും ആയ പല ഡൈപ്പർ സഹിതം നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്. കാര്യം ഒരാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇവർ ആകെ വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു വിഷമവും കൂടാതെ നമ്മൾ അതുവരെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ പോയി കാണുമ്പോൾ നിങ്ങൾ ആരെയും തമ്മി ഒന്നും ഒരു ദോഷങ്ങളും പറയുകയില്ല. ആർക്കും ഒരു ദോഷം വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ആരും ചെയ്യുകയില്ല. കാര്യം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമുക്ക് ദോഷം വരുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെല്ലാം മറുപടി നമ്മൾ പറയേണ്ടി വരും, മറുപടി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ആരെയും അങ്ങനെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ നോക്കണം കേട്ടോ മക്കളെ. അതുപോലെ തന്നെ ഈ രേണുസുധീനൊക്കെ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ഒരു പിന്നെ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് അതൊക്കെ ജീവിച്ച് കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടെ കുറേ ആൾക്കാർ കൂടി എന്നേ അത് മണ്ണിൻ്റെ അടിയിലാവേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ദ്രോഹം ചെയ്യുന്നവരറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. എനിക്ക്
ഞാൻ ഒരുപാട് ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് രേണു സുധീരെ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. അവൾക്കൊരു കൈത്താങ്ങായിട്ട് അത് നിമിഷം അവൾ വേണം, ഇങ്ങനെ ഒരു ആവശ്യം, എനിക്കൊരു സഹായം ആവശ്യമെന്ന് പറഞ്ഞാൽ ആ നിമിഷം വേറെ ഒന്നും നോക്കൂല. എന്നാൽ കഴിയുന്നത് ഞാൻ പോയി അതിന് വേണ്ടുന്നത് ചെയ്യാനുള്ള മനസ്സുണ്ട് എനിക്ക്. എന്നാൽ ചോദിക്കും വീട്ടിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അവസ്ഥ കണ്ട, രേണു സുധി ആയാലും മറ്റുള്ളവരായാലും ആരായാലും എൻ്റെ ഒരവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തൊഴുതിട്ട് നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്ന് അതിന് വേണ്ടുന്നത് വീട്ടിലെ പ്രശ്നം നമ്മൾ വന്ന് ചെയ്യാം. ഒരു നിമിഷം പോലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്ന ഒരാളല്ല. അത്ര ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മനസ്സ് നമുക്കുണ്ടെങ്കിൽ എപ്പോഴും ഏത് നിമിഷവും നമുക്ക് ഉറക്കം ഒഴിഞ്ഞു പോലും എന്ത് ത്യാഗവും ചെയ്യാൻ നമുക്ക് തോന്നും, നമ്മൾ മനുഷ്യരാണെങ്കിൽ. അപ്പോൾ ആ ഒരു മനസ്സ് എനിക്കുണ്ട്. ഉള്ളതുകൊണ്ട് രേണു സുധീരെ കാര്യത്തിനൊക്കെ എന്തൊരു പ്രശ്നമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാലും ഞാൻ ആ സ്പോട്ടിൽ പോയിരിക്കും, ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് കൊടുക്കാനുള്ള നിവർത്തിയില്ല എങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളും പലരും വിചാരിക്കും നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വിഷമം കൊണ്ട്, പിന്നെ കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പലരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനും അതുപോലെയാണ്. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. 1 വർഷം കഴിഞ്ഞ് ഇതുവരെ എനിക്ക് പൈസയൊന്നും കിട്ടി തുടങ്ങിയില്ല. ഇതിൽ എനിക്ക് പൈസ കിട്ടുമെങ്കിൽ എപ്പോഴാണ് എനിക്ക് ഇതിൽ പൈസ കിട്ടുന്നത്, ആ പൈസ ഞാൻ രേണു സുധിക്ക് കൊടുത്തിരിക്കും. അത് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. രേണു സുധിയെ പോലെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ ഒരു നന്മ ചെയ്യണമെന്ന് കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യുകയും ചെയ്യും. അപ്പോഴിതിൽ എനിക്ക് പിന്നെ ഇത് സബ്സ്ക്രൈബർ കുറവാണ്. പിന്നെ 635 കണ്ടേ ഉള്ളു. അപ്പോൾ അതൊക്കെ കയറി വന്നാലേ എനിക്ക് പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടി എന്തായാലും എനിക്ക് പൈസ കിട്ടുന്ന ആ സ്പോട്ടിൽ ആ പൈസ, ഞാൻ 1 കൊല്ലം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നൊരു കേസാണ്. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്കൊരു അസുഖം വന്ന് എനിക്കതങ്ങ് ചിലവായെന്ന് ഞാനങ്ങ് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് വേണം എല്ലാവരും ചെയ്യാൻ. കാര്യം നമുക്കൊരു പ്രശ്നം വന്നുപോയി, നമ്മളതങ്ങ് എടുത്തുപോയി എന്ന് ചിന്തിച്ച് വേണം. അല്ല നമ്മളൊരാളിനൊരു സഹായം ചെയ്യുന്നു, അങ്ങനെ കൊടുത്തുപോയി എന്ന് പറഞ്ഞ് വിഷമിക്കാതെ നമുക്കൊരാവശ്യം വന്നുപോയി, നമ്മളതെടുത്ത് എന്ന് ചിന്തിച്ച് ചെയ്യാൻ മനസ്സുള്ളവർക്ക് നല്ലൊരു കാര്യമാണ് അതൊക്കെ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് പൈസ കിട്ടുന്നത് ഞാൻ പിന്നെ രേണു സുധിക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങായിട്ട് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവളെ ട്രീറ്റ്മെൻറ്റ് തീരുന്ന സമയം വരെയും, ആ അസുഖത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന സമയം വരെ എനിക്കിതിൽ നിന്നും കിട്ടുന്ന പൈസ ഞാൻ അവൾക്ക് കൊടുക്കുക. അതിന് വേണ്ടുന്ന സഹായം, പിന്നെ ആളായിട്ടുള്ള സഹായവും ഒരു വാക്കാലായിട്ടുള്ള സഹായവും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ RCCയിലൊക്കെ പോയി എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. ഇനിയേറ്റ വേറൊന്നും സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എൻ്റെ രക്തം വരെ ഞാൻ ഊറ്റി കൊടുക്കാൻ തയ്യാറാണ്. കാര്യം എൻ്റെ B പോസിറ്റീവ് ബ്ലഡാണ്. അത് കിട്ടാൻ ഇത്തിരി പാടൊക്കെ ഉള്ള ഇതാണ്. ആ കാര്യം എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതെ ഒരു നന്മ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ്. കൊച്ചിലെ തൊട്ടേ ഞാൻ അങ്ങനെ നന്മകൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ട് നിങ്ങളും എല്ലാവരും അങ്ങനെ അതിലോട്ട് തന്നെ വരണം. നന്മകൾ ചെയ്യുകയും നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരും മക്കളെ. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ.